മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എന്റെ കയ്യിലാണെങ്കിൽ 250 രൂപയുള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ചെക്കന്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാൾ ഉണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട, എല്ലാം സാവകാശം മതി. ആ അയ്യോ, നീ എന്താ ഇവിടെ? നിന്നെന്തിനാ കെട്ടിയെടുത്തത്? വെള്ളത്തേണ്ടി തന്തവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഒരു വഴിയിലുണ്ടായപ്പോ ഞാൻ വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ ഞാൻ. ഇതെന്റെ കൂട്ടുകാരൻ മണി. മാല അതിന്റെ കയ്യിലുണ്ട്. ആ മാലയല്ല, ഇത് മേഘമാല. അവൻ കെട്ടാൻ പോണ പെണ്ണ. എന്താടാ? ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോണ്ട് ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട റൂമിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി. അതിന്റെ ഏർപ്പാടാ. അതൊക്കെ ഞാൻ പറയാം. അന്നത്തിരി കാശായി ഞങ്ങളൊന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ട് ഓടുന്ന പ്രായത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. പിന്നെ അതിലിങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ. 10500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ എവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാരനെ ഇവിടെ നിർത്തിയിട്ട് ഹോട്ടലിനകത്തോടെ ഓടിയിട്ട് പുറകുവശത്തെ മതിലാടി ഓടി. അയാൾ പന്നെ തപ്പി നടക്കാ. പോലീസിന് പണി കൊടുത്തിട്ടുണ്ട് കേട്ടെ. എന്റെ കയ്യിൽ ഇനി 10-200 രൂപയുള്ളൂ. ചെക്കൻ്റെ വീട്ടുകാരെന്നാ തോന്നണേ. ഞാൻ സ്ഥിതിഗതികളൊക്കെ നടന്നിട്ട് വരാം. ഞാനിവിടത്തെ ബോയിയാ. ആരെ പോയി? മീശൊക്കെ നിറച്ചല്ലോ. എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. കള്ളൻ ഇങ്ങടെ ഇറങ്ങി വാ. എത്തിയോ? വരണം വരണം. യാത്രയൊക്കെ സുഖമായിരുന്നു. നല്ല സുഖണ്ടായിരുന്നു. പെട്ടി സൂക്ഷിക്കിട്ടാ. ഇവിടെ എങ്ങനെ നല്ല സുഖണ്ടാ? സുഖത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ എന്തിനാ കുറവ്? ഇതെന്റെ ഡെബ്യൂ. ഇത് ചെക്കന്റെ ഡാഡി മിസ്റ്റർ KT മാത്യു. മാത്തച്ഛൻ വിളിക്കും. ഇത് സ്വർണ്ണമ്മ, മാത്തച്ഛന്റെ വൈഫ്. നമസ്കാരം. സൂസയെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ സഹധർമ്മി. ഞങ്ങള് ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതെന്റെ അളിയൻ വർക്കച്ചൻ. ഇതെന്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ്. അവള് കല്യാണത്തിന് തലേദിവസം വരുള്ളൂ. കുട്ടികളുടെ പരീക്ഷ എടുക്കല്ലേ? എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതിന് ഒരു ദിവസം പോരാതാകും. അതുകൊണ്ട് എല്ലാരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. ബാബു, എല്ലാവരുടെയും മുറിയുടെ കാര്യം എന്തായി? അച്ചായൻ തന്നെ ചെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ തരാന്ന് പറയുന്നത്. ആഹാ, എല്ലാരും ഒന്ന് നിൽക്കണേ. ഞാൻ ഇപ്പോ വരാം. എന്ത് ഡ്രസ് അത്? ജോക്കറാ? സോറി, 1 മിനിറ്റ്. റൂം ഇപ്പൊ റെഡിയാവും. വാട്സ്ആപ്പിലേ 25 ദിവസം മുമ്പ് 60 റൂം ഞാൻ ബുക്ക് ചെയ്തല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ ഫെർണാണ്ടസ്, ചില റൂംസ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി സാർ, ഒരു 1/2 മണിക്കൂർ എല്ലാവരും കോഫി ഷോപ്പിൽ പോയി കാപ്പ് കുടിക്കുമ്പോഴേക്കും കീമായിട്ട് ഞാനങ്ങ് വന്നേക്കാം. സോറി, എല്ലാവർക്കും റൂം ഉടനെ ശരിയാവും കേട്ടോ. ഓ, ഇറ്റ്സ് ഓക്കേ. എക്സ്ക്യൂസ് മീ, ഒരു കാർഡ് തരൂ. ഗുഡ് മോർണിംഗ് സർ. ഹലോ. ഐ ആം രാമൻ കാർത്ത. ഹലോ. ഹലോ, ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു ഇവിടെ. ഇവിടെ. സോറി സർ, ഒരു ഗ്രൂപ്പിന്റെ ചെക്കിൻ ഉണ്ട് സാർ. റെസ്റ്റോറന്റിലേക്ക് ഒന്ന് ഇരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ. ഒരു 15 മിനിറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്കൊരു കപ്പ് കാപ്പി മാത്രം മതി. എന്നാ വാ. ഇവിടെ നല്ല ചാകരയാണല്ലോ. നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ? അതെന്താ, നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല. ആര്? ഹംസക്കയാ? പതുക്കെ. ഇവിടെ എന്റെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാറ് മതം മാറിയാ? ഇല്ല, പേര് മാറി. ഇവിടെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറി എടുത്തിരിക്കുന്നത്. നമ്മള് ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. കൊച്ചു കള്ളൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഹംസക്കോയുടെ റൂം ഏതാണ്? ഇല്ല സർ, അങ്ങനെ ഒരാളില്ല. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. അങ്ങനെ ഒരു ബുക്കിംഗ് ഇല്ല സർ. Where is the manager? അയ്യോ, എങ്ങനെ കൊണ്ടുപോകണം? എന്താ ഇത്?
ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടക കൊലയാളി അന്തപ്പൻ. ചാവേണ്ടവൻ ഈ ഹോട്ടലിൽ ഇല്ലെന്ന്, ഹംസ കോയ ഇവിടെ ഇല്ലെന്ന്. എന്നാ വ്യാജ പേര് എന്താണെന്ന് പറ. എന്നാ ചാവേണ്ടവന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കേ. പാഷ എന്ന പേരിൽ, ഭാഷ അല്ലടോ, പാഷ എന്ന പേരിൽ ഈ ഹോട്ടൽ അഡ്രസ് അയച്ചാൽ മതി. ഓക്കെ. പിന്നെ ആദ്യം അഡ്വാൻസ് കൊടുത്തയക്കണം. ബാക്കി കാശ് അവൻ ചത്തു തൊലയ്ക്കട്ടെ. അത് ചത്തവനോട് ചോദിച്ചാ പോരെ. ഓക്കെ, എന്തായാലും ഫോട്ടോ അയക്കേ. ബാക്കിക്കാര് ഞാൻ ഏറ്റു. എക്സ്ക്യൂസ് മീ, ഒരു ബുക്കിംഗ് ഉണ്ടല്ലോ പാഷ. സാർ ഒരല്പസമയം വേണം, കൗണ്ടർ ബിസിയാണ്. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കാം. ഓക്കെ സാർ. ഹലോ. ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. എല്ലാവരുടെയും കീ ലിസ്റ്റ് എക്സ്ക്യൂസ് മീ, ഞാൻ കൊടുത്തേക്കാം. ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. എല്ലാവരുടെയും പേരും നമ്പറും ഈ ലിസ്റ്റിലുണ്ട്. റൂം ആറാതെ കൊടുക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. രണ്ടെണ്ണം എൻ്റെ കയ്യിലിരിക്കട്ടെ. ഒരു ഒടുക്കത്തെ ലിസ്റ്റ് പറയുന്ന റൂമിൽ കിടന്നാലും ഉറക്കം വരുള്ളൂ. ഓട്ടെ കിടക്കട്ടെ. കീ, ഒരു കീ, കീ, ആഹാ, ഇവിടെ ഇരിക്കുവായിരുന്നോ? നാത്തൂനും പിള്ളേരും തലേന്ന് ഇതെന്താ ഹോൺ അടിച്ചാൽ നാഷണൽ ഹൈവേ? നിന്റെ ചാവി ഉണ്ടാ? താക്കോൽ. സർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് സാർ. അവരെ ആളുകളൊക്കെ റെസ്റ്റോറൻറ്റിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. സർ, ഒരു കൊറിയർ ഉണ്ട്, കൊടുത്തേക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആഹാ, അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്തച്ഛ, നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്ന് എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നും. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഞങ്ങൾ വെറുതെ രസംകുല്ലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെ തന്നെ നിശ്ചയിക്കട്ടെ. വാ മാത്തച്ഛ, ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി. 22 ലക്ഷം ക്യാഷായിട്ട് കൊണ്ടുവന്നതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 ദിവസം അടുപ്പിച്ച് ഒഴിവായതില് ഞാനൊന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച, ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ടെന്നൊന്നും ഇപ്പൊ എഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. എന്താ നീ ആനനെ വാങ്ങാൻ പോണ്ട? ആന അമ്പാനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ ആദ്യ ഭാര്യ ചത്തപ്പ എന്നെ കിട്ടിയത്. അവസാനം വന്ന് കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു മത്തങ്ങയില്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു മത്തങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. എന്റെ നാക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് 1 ലക്ഷം രൂപ കിട്ടണം. എന്തിനാന്ന്? വിവാഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ കുറെ സാരി സ്വർണ്ണമൊക്കെ വേണം. ഇല്ലെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ നോക്കട്ടെ. പോയി ചോദിക്കും. സാർ, സാർ ഒന്നിങ്ങി വരും. KT മാത്യു എന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. കള്ളച്ചെക്ക് കേസാ. അവന്റെ ചെക്കെല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. അതെയാ? ഒന്നല്ല, 8 എണ്ണമാ കേസ്. ആളെവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ. ആളുടെ പേരിൽ ഇവിടെ റൂം ഉണ്ടല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കുടുംബത്തിൽ കയറ്റം കൊള്ളാത്തമാര്. അത് ശരിയാ. വന്നാ അറിയിക്കണം. 4 ആഴ്ച അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. വന്നാ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം. വേണ്ട, ഞാനിവിടെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. കയ്യിൽ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. ഞാൻ അങ്ങോട്ട് അറിയിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവം കൊടുക്കണേ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് തിരികെ കാശ് വേണം.